നമസ്കാരം. ശ്രീ പരമേശ്വരൻ മുയലകനെ അടക്കി ദാരുകവനത്തിലെ ഋഷിമാരെ പാഠം പഠിപ്പിച്ച സ്ഥലമെന്നും വെൺകുഷ്ഠം എന്ന രോഗത്തിന് പരിഹാര സ്ഥലമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതുമായ ഒരു ശിവക്ഷേത്രത്തെപ്പറ്റി മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു നർത്തനപുരീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ തലയാലങ്കാട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ, നർത്തനപുരീശ്വരർ, ആടൽവല്ലനാഥർ, നടനേശ്വരർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, ബാലാംബികെ, ഉമാദേവി എന്നിങ്ങനെയും അനുഗ്രഹം ചൊരിയുന്നു. ഇതൊരു ചർമ്മരോഗ പരിഹാര ക്ഷേത്രവും കൂടെ. പ്രധാനമായും ഭഗവാൻ മുയലകനെ അടക്കി മുതുകിൽ കയറി നിന്ന് നടനമാടിയ സ്ഥലമാണിത്. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 93ാമത്തേതും പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ 274 ശിവക്ഷേത്രങ്ങളിൽ 156ാമത്തേതുമാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ അപ്പർ സ്വാമികൾ ഈ ക്ഷേത്രത്തിലെ മൂലവരെക്കുറിച്ച് പതികം പാടിയിരിക്കുന്നു. ഒരു തൈമാസം അമാവാസി ദിനത്തിൽ ഭഗവാൻ അപ്പർ സ്വാമികൾക്ക് ദർശനം കൊടുത്തു എന്നാണ് ഐതിഹ്യം. കൃതയുഗത്തിൽ കപിലമുനി ആൽമരങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഈ പ്രദേശത്ത് ഭഗവാനെ പൂജിക്കാനായി തലകുത്തി നടന്നു വന്നെന്നും മുനിയുടെ പൂജയിൽ സംപ്രീതനായ ശിവഭഗവാൻ ഒരു തൈ അമാവാസി ദിനത്തിൽ കപിലമുനിക്ക് ചിന്താമണി രത്നം സമ്മാനിച്ചു എന്നൊരു ഐതിഹ്യവുമുണ്ട്. കാരക്കാലമ്മയാർ കൈലാസത്തിലേക്ക് പോയ പോലെ മുനി തലകുത്തി നടന്നു വന്നതിനാൽ ഈ പ്രദേശം തലയാലങ്കാട് എന്നായി മാറി. സംഘകാലത്തിൽ ഈ പ്രദേശം തലയാലങ്കാണം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സരസ്വതി ദേവിക്ക് ഇവിടെ ശിവഭഗവാൻ സ്തോത്രങ്ങളുടെ രൂപത്തിൽ ജ്യോതിർലിംഗമായി ദർശനം കൊടുത്തു എന്നും ഐതിഹ്യമുണ്ട്. സ്വാമി സന്നിധിക്ക് മുന്നിലുള്ള സരസ്വതി ശില്പം വീണയില്ലാതെ താളിയോല പിടിച്ചാണ് നിൽക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് തലയാലങ്കാട്. ചേര, ചോഴ, പാണ്ഡ്യ രാജാക്കന്മാർക്കിടയിൽ ഏർപ്പെട്ട കടും പോരിൽ പാണ്ഡ്യൻ നെടുഞ്ചെഴിയൻ വിജയിച്ചു. ഈ പോര് നടന്ന ഇടം തലയാലങ്കാണം. പുറനാനൂറിൽ ഇതേപ്പറ്റി പരാമർശമുണ്ട്. തലയാലങ്കാട് സെറ് വെன்ற നെടുഞ്ചെഴിയൻ എന്ന അദ്ദേഹം അറിയപ്പെട്ടു. സെറ് എന്നാൽ പോർ അല്ലെങ്കിൽ യുദ്ധം എന്നാണ് അർത്ഥം. പാണ്ഡ്യൻ തിടൽ, പാണ്ഡ്യൻ മേട്, ഞാണൽച്ചേരി എന്നിങ്ങനെ പോരിനോട് ബന്ധപ്പെട്ട പ്രദേശങ്ങൾ പേരുമാറ്റാതെ ഇപ്പോഴുമുണ്ട്. ഈ ക്ഷേത്രത്തിലെ ദശഭുജ കാളിയെ പ്രാർത്ഥിച്ചാണ് പാണ്ഡ്യരാജാക്കന്മാർ യുദ്ധത്തിന് പോയിരുന്നതെന്നാണ് പറയുന്നത്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ രാഹുകാലത്ത് ഈ ദേവിയെ ഭജിച്ചാൽ വിവാഹ സന്താന ഭാഗ്യം നിശ്ചയം എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലുള്ള 2 ഭൈരവ പ്രതിഷ്ഠയിൽ ഒന്ന് നായ്വാഹനത്തോടെയും വേറൊന്ന് നായ്വാഹനമില്ലാതെയും കാണപ്പെടുന്നു. 2 ഭൈരവർ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണെന്നാണ് വിശ്വാസം. എത്ര തീരാത്ത പകയും പ്രശ്നങ്ങളും ഇവിടുത്തെ കൃഷ്ണപക്ഷ അഷ്ടമിയിൽ നടക്കുന്ന ഭൈരവ പൂജയിൽ പങ്കെടുത്താൽ മാറും എന്നതാണ് ഭക്തജന ഭാഷ്യം. ഇവിടെയുള്ള ശനീശ്വരൻ തിരുനള്ളാറിലെ പോലെ അനുഗ്രഹ ശനിയാണ്. കോവിലിന് മുന്നിലുള്ള തീർത്ഥത്തിൽ നീരാടി ഭഗവാനെ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ വെൺകുഷ്ഠം പോലെയുള്ള ചർമ്മരോഗങ്ങൾ മാറും എന്നത് ഇവിടെയുള്ള ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ദാരുകവനത്തിൽ തപം ചെയ്യുകയായിരുന്ന മുനിമാർക്ക് തപബലത്തിൽ ശിവഭഗവാനേക്കാളും തങ്ങളാണ് ഉയർന്നത്. തങ്ങൾ യാഗങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈശ്വരന്മാർക്ക് ശക്തി ലഭിക്കുന്നത്. ഹവിസ് ദേവന്മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെയുള്ള ചിന്തകളാൽ അഹങ്കാരം തലയ്ക്ക് പിടിച്ചു. അവർ ശിവഭഗവാനെ നശിപ്പിക്കാൻ തീരുമാനിച്ച് ആഭിചാരം ചെയ്യാനായി യാഗം തുടങ്ങി. ഇതറിഞ്ഞ ശിവഭഗവാൻ അവിടെ എത്തിയപ്പോൾ അവർ ഭഗവാന് നേരെ യാഗാഗ്നിയിൽ നിന്നും ആനയെ അയച്ചു. ഭഗവാൻ ആനയുടെ തോൽ വസ്ത്രമായി ഉടുത്തു. അന്നേരം അവർ യാഗാഗ്നിയിൽ നിന്നും മാനിനെ അയച്ചു. ഭഗവാൻ മാനിനെ തന്റെ കയ്യിൽ പിടിച്ചു. പിന്നീട് ദാരുകവന ഋഷികൾ മുയലകൻ എന്ന അസുരനെ ശിവഭഗവാന്റെ നേർക്കയച്ചു. ശിവഭഗവാൻ മുയലകനെ അടക്കി അസുരന്റെ മുതുകിൽ കയറി നിന്ന് നടനമാടിയ സ്ഥലമാണിതെന്നാണ് ഐതിഹ്യം. മുയലകനെ അടക്കിയ ഭഗവാന്റെ നാമം ഇവിടെ നർത്തനപുരീശ്വരർ എന്നായി മാറി. ഈ മുയലകൻ തന്നെയാണ് ദക്ഷിണാമൂർത്തിയുടെയും നടരാജമൂർത്തിയുടെയും കാലിനടിയിൽ കാണുന്നത്. ശിവസന്നിധിക്ക് മുന്നിലുള്ള മഹാമണ്ഡപത്തിൽ ഈ ഐതിഹ്യം സാധൂകരിക്കും വിധം മുയലകനെ കാലിനടിയിൽ വെച്ച് നടനമാടുന്ന നടരാജ പ്രതിഷ്ഠ ഉണ്ട്. നടനം അഭ്യസിക്കുന്നവരും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവരും ഈ നടരാജമൂർത്തിയെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ വിജയം നിശ്ചയം എന്നാണ് പറയുന്നത്. വർഷത്തിൽ പங்குനി മാസത്തെ അവസാനത്തെ 2 നാളും ചിത്തിര മാസത്തിന്റെ ആദ്യ 2 നാളും സൂര്യൻ തന്റെ പ്രകാശകിരണങ്ങളാൽ മൂലവർക്ക് അർച്ചന ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൽ സൂര്യപൂജ നടക്കുന്നു. 1500-ലധികം വർഷം പഴക്കം തോന്നിക്കുന്ന രാജഗോപുരമില്ലാതെ മനോഹരമായ പ്രവേശന കവാടത്തോടെ കിഴക്ക് ദർശനമായി കാണപ്പെടുന്ന അരുൾമികു നർത്തനപുരീശ്വരർ തിരുക്കോവിൽ രാജരാജ ചോഴൻ പുനർനിർമ്മാണം ചെയ്തതായിരിക്കാം എന്നാണ് അനുമാനം. രാജരാജ ചോഴന്റെ കാലത്തെ ചില ശിലാഫലകങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. ബലിപീഠവും നന്ദി ഭഗവാനെയും കടന്ന് അകത്ത് പ്രവേശിച്ചാൽ സഭാമണ്ഡപം, മഹാമണ്ഡപം, അർദ്ധമണ്ഡപം, അത് കഴിഞ്ഞാൽ പ്രധാന സന്നിധി. ഇവിടെ മൂലവർ ശിവഭഗവാൻ നർത്തനപുരീശ്വരർ എന്ന നാമത്തിൽ ചതുരപീഠത്തിൽ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. തെക്ക് ദർശനമായാണ് അമ്പാൾ സന്നിധി.
ദേവി ഇവിടെ ബാലാംബികെ, ഉമാദേവി എന്നീ നാമങ്ങളിൽ പ്രസന്നവദനയായി നിലകൊള്ളുന്നു. ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി 2 ഭൈരവർ, വിശ്വനാഥർ വിശാലാക്ഷി, ദക്ഷിണാമൂർത്തി, പ്രസന്ന വിനായകർ, നടരാജർ ശിവകാമി അമ്മൻ, വള്ളിദേവ്യാനി സമേത മുരുകൻ, ദശഭുജ കാളി, ശനീശ്വരർ, ചണ്ഡികേശ്വരി, സൂര്യൻ, ചന്ദ്രൻ, നാൽവർ എന്നിവരുമുണ്ട്. ക്ഷേത്രവൃക്ഷം വില്വം, പ്ലാവുമരം. ക്ഷേത്രതീർത്ഥം ശംഖുതീർത്ഥം, കടുവായ് നദി. ആഗമവിധി പ്രകാരമുള്ള ഒരു കാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. തൈ അമാവാസി, പ്രദോഷം, ശിവരാത്രി, ഐപ്പശി അന്നാഭിഷേകം, തൃക്കാർത്തിക ഇവിടെ പ്രധാനം. പൂജാ സമയം രാവിലെ 8 മണി മുതൽ 10:30 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവാരൂരിൽ നിന്ന് 15 കിലോമീറ്റർ, എങ്കൺ ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവാരൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.